തവനൂർ ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്കായി നിർമ്മിച്ച ഫുട്ബോൾ ടർഫിന്റെ ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടനം വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. പ്രത്യേക സംരക്ഷണം ആവശ്യമുള്ളവരാണ്, പ്രത്യേക കരുതൽ ആവശ്യമുള്ളവരാണ്. 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, ചൈൽഡ് കാറ്റഗറിയിൽ വരുന്ന എല്ലാവരും തന്നെ അവർ രാജ്യത്തിന്റെ പൊതുസ്വത്താണ്. അവര് യഥോചിതം സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് രാജ്യത്തിന്റെ ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നാം കാണുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വ്യക്തിത്വ വികാസത്തിൽ, അവരുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന നിലയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ ഹോമുകളിലും ഉണ്ടാകണമെന്നുള്ളത്. പണ്ടൊക്കെ നോക്കിയാൽ കുഞ്ഞുങ്ങൾക്കൊന്ന് ഇറങ്ങി കളിക്കാൻ ഒരിടയില്ലാതെയാണ്. ചിലയിടങ്ങളിൽ കളിക്കാനിടമുണ്ട്, കാട് വളർന്ന് നിൽക്കുകയായി. കുട്ടികളുടെ വ്യക്തിത്വ, ശാരീരിക, ഭൗതിക, സർഗ, വൈഭവ വികസനത്തിന് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിനായി പ്ലാൻ ഫണ്ടിനോടൊപ്പം CSR ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം സർക്കാർ നടത്തിവരികയാണെന്നും ഇവർ പറഞ്ഞു. 18 വയസ്സ് താഴെയുള്ള കുട്ടികൾ രാജ്യത്തിന്റെ പൊതുസ്വത്താണ്. അവർ യഥോചിതം സംരക്ഷിക്കപ്പെടുന്നു എന്നുറപ്പാക്കേണ്ടത് നാടിന്റെ ഉത്തരവാദിത്തമാണ്. കുട്ടികളുടെ സാമൂഹിക പുനരധിവാസം ഉറപ്പാക്കുന്നതിനായി മാതൃകാപരമായ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്നും ഇവർ പറഞ്ഞു. സംസ്ഥാന കായിക മേളയിലും ശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിലും ഉന്നത വിജയം നേടിയ ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസികൾക്കുള്ള ഉപഹാര വിതരണവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ KT ജലീൽ MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കളത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C രാമകൃഷ്ണൻ, തവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP നസീറ, ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ ഇടശ്ശേരി, തവന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP ശിവദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CM അക്ബർ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ S ധനലക്ഷ്മി, CWC ചെയർമാൻ അഡ്വക്കേറ്റ് സുരേഷ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് P ജാബിർ, C ഹേമലത, ശ്രീജ പുളിക്കൽ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഷാജിദ അറ്റാശ്ശേരി തുടങ്ങിയവരും സംബന്ധിച്ചു. മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ 12ാം വാർഷികാനുബന്ധിച്ച് ഒരു അടിപൊളി ഓഫർ. എന്താണെന്നല്ലേ, 1/2 പവൻ മുകളിലെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം. 17,000 മുതൽ 1 ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ. 1 ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം. അൺകട്ട് ഡയമണ്ടിന് ഓർണമെന്റ്സിന് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് 25% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. വെള്ളി ആഭരണങ്ങൾക്ക് 25% മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് 50% മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട്. 1 ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ആന്റിക് ആൻഡ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന 3 വെഡിംഗ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം. അതായത് ഫസ്റ്റ് പ്രൈസ് 100%, സെക്കൻഡ് പ്രൈസ് 50%, തേർഡ് പ്രൈസ് 25% പണിക്കൂലിയിലാണ്. ജൂലൈ 31 വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം. അത് കൂടാണ്ട് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ്, സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ്, തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്.